ഹൃദയവാതിൽ. ഈ കഥ എഴുതിയത് ശ്രീ ടി.കെ. ശങ്കരനാരായണൻ. അന്ന അന്ന എന്ന് ഉരുവിട്ടുകൊണ്ട് ക്രിസ്റ്റഫർ വെട്ടുവഴിയിലൂടെ നടന്നു. ഭൂമിയിൽ ഒരു കാറ്റ് വീശി. സൂര്യനെ ഒരു മേഘപ്പാളി മറച്ചു. അയാൾ സ്വയം ചോദിച്ചു, അന്നയുമായുള്ള വീഴ്ച തെറ്റാണോ? കാറ്റൊന്നുകൂടി കനത്തു. തണൽ സാന്ദ്രമായി. തൻ്റെ വിചാരങ്ങളെ അയാൾ ഇങ്ങനെ ന്യായീകരിച്ചു. ശരിയല്ലായിരിക്കാം, നിശ്ചയമായും. പക്ഷെ തെറ്റല്ല. അന്ന അന്ന എന്ന് ഉരുവിട്ടുകൊണ്ട് ക്രിസ്റ്റഫർ വെട്ടുവഴിയിലൂടെ നടന്നു. അല്പം മുമ്പ് നടന്ന രംഗങ്ങൾ തൻ്റെ അകതാരിൽ അയാൾക്ക് കാണായി. ഇറയത്ത് ബീഡി വലിച്ചിരിക്കുകയായിരുന്നു താൻ. അപ്പോൾ പുഴയിൽ നിന്നും മീറിനടുത്ത് വന്ന മകൾ അന്ന തെല്ല് കഴിഞ്ഞ് എന്തോ ആവശ്യത്തിനായി അവളുടെ മുറിയിൽ ചെല്ലുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ വിവസ്ത്രയായി നിൽക്കുന്നു. അവൾ ഒട്ടൊരു അമ്പരപ്പോടെ അവളുടെ മുലകൾ താൻ കണ്ണാടിയിൽ കണ്ടു. പുഴവെള്ളത്തിൻ്റെ നനവിൽ അതിൻ്റെ കണ്ണുകൾ ത്രസിച്ചു. മുഖത്ത് പുരട്ടിയ വാസന ക്രീമിൻ്റെ ബാക്കി അവൾ അതിന്മേൽ തടവി. ഇവൾ തൻ്റെ മകൾ തന്നെയോ? ഇവൾക്ക് ഇത്രയും അഴകോ? ഇവളെ കെട്ടുന്നവൻ ഏത് ഭാഗ്യവാൻ എന്നെല്ലാം നനച്ച് ഒരല്പനേരം നിന്നു. കണ്ണിൽ കനൽ കയറി തല ഒന്ന് വിങ്ങി. അപ്പൻ എന്നാ നോക്കുന്നേ? അഴയിൽ നിന്ന് ടവൽ ഊരിയെടുത്ത് മാറുമറച്ചുകൊണ്ട് അവൾ അപ്പുറത്തെ മുറിയിലേക്ക് പോയി. അവിടെ അവൾ പെറുപെറുക്കുന്നത് കേട്ടു. ഈ അപ്പൻ! അവൾ ഇപ്രകാരം മുരണ്ടതിന് തനതായ കാരണമുണ്ടല്ലോ എന്ന് ക്രിസ്റ്റഫർ ഓർത്തു. 6-7 നാൾ മുന്നേ ആയിരുന്നു അത്. ഹെൻറിയുടെ കടയിൽ നിന്ന് ചാരായം അടിച്ചു വരികയായിരുന്നു താൻ. നന്നേ ഇരുട്ടിയ നേരം, ചാറ്റൽ മഴയും. വാതിൽ വെറുതെ ചാരിട്ടേ ഉള്ളൂ. ചിമിനി വെട്ടത്തിൽ പുസ്തകം തുറന്നു വെച്ച് മയങ്ങുന്ന അന്ന ജനലിലൂടെ വീശുന്ന പാതിരാ കാറ്റ്. വെട്ടം അല്പമൊന്ന് ഉയർത്തി അടുത്തു ചെന്നു. നനഞ്ഞ റോസാദളം പോലെ തോന്നിച്ചു അന്നയുടെ കാലുകൾ. ഇത്രയും മിനുസമുള്ള കാലുകൾ ജെസ്സിക്ക് പോലും ഉണ്ടായിരുന്നില്ല. പതുക്കെ ഒന്ന് തൊട്ടപ്പോൾ അന്ന കിടുങ്ങി ഉണർന്നു. അപ്പൻ എന്തെടുക്കുക? സ്ഥാനം തെറ്റിയ വസ്ത്രങ്ങൾ നേരെയാക്കി അവൾ തൊട്ട മുറിയിലേക്ക് പോയി. അന്ന തൻ്റെ മനസ്സിൽ മഴ പോലെ വളർന്നു. ഇപ്പോഴിതാ വീണ്ടും വെട്ടുവഴി കയറി ചാർലിയുടെ കുടിലേക്കുള്ള ചെരുവിലൂടെ ക്രിസ്റ്റഫർ നടന്നു. ഏതോ ഇടവഴിയിലൂടെ വികാരിയച്ഛൻ കയറി വന്നു. ക്രിസ്റ്റി എന്നാ തനിച്ച്? അന്ന എന്താ എടുക്കുക? ഉള്ളിൽ നടുക്കം, പുറത്ത് ചിരി. അവൾ തിരക്കിട്ട് പഠിക്കുക അച്ചോ. അച്ഛൻ നടന്നു മറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ക്രിസ്റ്റഫറുടെ മനതാരിൽ മുഴങ്ങി. നാം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക, കുറഞ്ഞപക്ഷം ആവർത്തിക്കാതിരിക്കെങ്കിലും. മകളെ മകളായി മാത്രം കാണുക, അവളിൽ സ്വയം അർപ്പിക്കാതിരിപ്പാനും. നീ പക്ഷെ പാപം ചെയ്തു പോ ക്രിസ്റ്റഫർ. അത് ചോദിച്ചത് 3 കൊല്ലം മുന്നേ ഇടവകയിൽ നിന്ന് പിരിഞ്ഞുപോയ, പിന്നീട് പട്ടണത്തിലെ ആശുപത്രിയിൽ ദീനം വന്ന് മരിച്ച പുരോഹിതൻ മാർട്ടനായിരുന്നു. ഇല്ല, ഞാൻ പാപം ചെയ്തില്ല. നുണ പറയരുത്, കാറ്റ് ഓർമ്മിപ്പിച്ചു. മനസ്സിൽ ആലോചിച്ചു കൂട്ടുന്നതും പാപം തന്നെ. എനിക്കെൻ്റെ ഉടലിനും പുണ്യം കൊടുക്കണം, ക്രിസ്റ്റഫർ പറഞ്ഞു. ജെസ്സി മരിച്ചതിൽ പിന്നെ ഇന്നേരം വരെ ഞാനൊരു പെണ്ണിനെ തൊട്ടില്ല. എൻ്റെ ഉടൽ എന്നെ വെറുത്തു, എന്നോട് കോപിച്ചു. നീ ചത്തുപോ. അതെന്നെ ശപിച്ചു. ഇല്ല, എനിക്ക് ചാവാൻ മേല, എനിക്ക് ജീവിക്കണം, എൻ്റെ ഉടലിന് പുണ്യം കൊടുക്കണം. ഈ മട്ടിൽ ഒരു വിലാപം ക്രിസ്റ്റഫറുടെ നാവിൽ പിടച്ചുകൊണ്ടിരുന്നു. ഇന്ന് ചാരായം കുടിക്കണം, അയാൾ തീരുമാനിച്ചു. ചാർലിയുടെ കുടിൽ മുയലിറച്ചി കാണും. വഴിയോരത്ത് അയഞ്ഞുകിടന്ന പയറുവെള്ളൽക്കിടയിൽ പന്നികൾ അമർന്നത് കേട്ടു. അതൊന്നും ശ്രദ്ധിച്ചു നിൽക്കാതെ ക്രിസ്റ്റഫർ നടന്നു. 10 കൊല്ലം മുന്നേ കൽക്കത്തയിൽ നിന്ന് ലീവിൽ വന്നപ്പോൾ ഡിക്രൂസ് ചേട്ടൻ പറഞ്ഞത് ഓർക്കുകയായിരുന്നു അയാൾ. ചേട്ടൻ്റെ അടുത്ത് ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു ചാറ്റർജി, അതെ അത് തന്നെ അയാളുടെ പേര്, പനി പിടിച്ച് കിടപ്പായിരുന്നു. അയാളുടെ മകൾ പേര് മറന്നു. വർഷാന്ത്യ പരീക്ഷയ്ക്ക് ഉറക്കമിളച്ച് പഠിക്കുകയും വീട്ടിലേവരും ഏതോ കോവിലിൽ പൂജയ്ക്ക് പോയതായിരുന്നു. മഴക്കാലം. ഒരു ചാറ്റൽ മഴ പതുക്കെ ചാറുകയും ഒരു കുളിർക്കാറ്റ് ജനലിലൂടെ അകത്ത് കയറുകയും ചെയ്തു. രാത്രിയുടെ മടിയിൽ ചാറ്റർജിയും മകളും മാത്രം. ഹെൻറിയുടെ കടയിൽ ചാരായം വാങ്ങി പുറത്തിറങ്ങവേ റബ്ബർ മരക്കൊമ്പിൽ ഒരു പൊന്മ ചോദിച്ചു, എന്നാലും ക്രിസ്റ്റി നീ? ക്രിസ്റ്റഫർ നിന്നു. പൊന്മ തുടർന്നു, അങ്ങനെ ചിന്തിച്ചത് എത്ര വലിയ തെറ്റായിപ്പോയി. തെറ്റ് തന്നെ. ഉടനെ ക്രിസ്റ്റഫർ തിരുത്തി. ഇല്ല, അതിൽ തെറ്റേതുമില്ല, പൊന്മ പറഞ്ഞു. മരിച്ചുപോയ മാർട്ടിൻ. തെറ്റും ശരിയും നിരൂപിക്കുന്നതാര്? പാപവും പുണ്യവും നിർവചിക്കുന്നതാര്? ഇന്ന് ചാരായം വീശണം, മുയലിറച്ചി തിന്നണം. ചാർലിയുടെ വീട്ടുവാതിൽ ചാരിക്കിടന്ന തൊടിയിലെ കപ്പച്ചടിക്കരികെ ക്രിസ്റ്റഫർ നിന്നു. അപ്പോൾ അകത്തുനിന്ന് കരച്ചിലിൻ്റെ ഒരു കിടുകിടുപ്പും മുഴപ്പില്ലാത്തൊരു നിലവിളിയും കേൾക്കാറായി. തറയിൽ മറിയ മലർന്നു കിടന്നു. അവളുടെ മോളിൽ ചാർലി ഇടതു കൈയാൽ വാപുത്തിയും വലതു കൈയാൽ അവളുടെ മാറിൽ ഞെക്കിയും ചാർലി ഇരുന്നു. അമ്മച്ചി വന്നാൽ ഞാൻ പറയും വിട്.
അവൾ ഞെരങ്ങിയപ്പോൾ ചാർലി അവളുടെ ഭംഗിയുള്ള മുഖം മാന്തി വൃത്തികേടാക്കി. ശബ്ദിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും, ചാർലി അലറി. കർത്താവയോർത്ത് എന്നെ വിടപ്പച്ച, ഞാൻ തൂങ്ങിച്ചാകും. ചാർലി ഇടത് കൈയാൽ അവൾ അമർത്തിപ്പിടിക്കുകയും പിന്തിരിഞ്ഞ് വലത് കൈയാൽ അവളുടെ കാലിൽ നുള്ളുകയും ചെയ്തു. അവളൊരു പ്രത്യേക വിധത്തിൽ കാലുകൾ തറയിലിട്ടടിച്ചു. അതത്രയും ഒരു വിങ്ങലോടെ കണ്ടെന്ന ക്രിസ്റ്റഫർ കതക് തള്ളി തുറന്നു. അയാളെ കണ്ടതും ചാർലി പിടിവിട്ടു. അവളിൽ നിന്നും ഇറങ്ങി തറയിൽ നിന്ന് അവളാകട്ടെ മാറുമറച്ചുകൊണ്ട് തൊട്ട മുറിയിലേക്ക് ഓടിപ്പോവുകയും ക്രിസ്റ്റഫർ ചാർലിയുടെ പിൻകഴുത്തിൽ ആഞ്ഞടിച്ചു. വയറ്റിൽ ശക്തിയായി ചവിട്ടി. അനന്തരം എന്തിനെന്നറിയാതെ വിങ്ങിപ്പൊട്ടി. ഈ കഥ ഇവിടെ അവസാനിച്ചു.